തുടർന്ന് ഒമാൻ തീരത്ത് വൻ എണ്ണ ചോർച്ച 12 കിലോമീറ്റർ തീരപ്രദേശം എണ്ണ ചോർച്ച ബാധിച്ചതായി ഒമാൻ പരിസ്ഥിതി അതോറിറ്റി അറിയിച്ചു. പ്രവാസികൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും സന്ദർശകർക്കും ജാഗ്രതാ നിർദ്ദേശം. കപ്പൽ അപകടത്തെ തുടർന്ന് ഒമാനിലുണ്ടായ എണ്ണ ചോർച്ച റാസ് മദ്രക മേഖലയിലെ ഏകദേശം 12 കിലോമീറ്റർ തീരപ്രദേശത്തെ സാരമായി ബാധിച്ചുവെന്നാണ് പരിസ്ഥിതി അതോറിറ്റി അറിയിക്കുന്നത്. കടലിലും തീരത്തും എണ്ണയോ മലിനീകരണ വസ്തുക്കളോ കണ്ടോ സമീപിക്കരുതെന്നും അധികൃതർ അറിയിച്ചു. ഓഗസ്റ്റ് 6-ന് അൽ ഹലാത്തിനി ദ്വീപുകൾക്ക് സമീപം കപ്പൽ കരയ്ക്കടിഞ്ഞതിനെ തുടർന്നാണ് എണ്ണ ചോർച്ചയുണ്ടായത്. സംഭവത്തെ തുടർന്ന് പരിസ്ഥിതി അതോറിറ്റിയുടെ നേതൃത്വത്തിൽ അടിയന്തര നടപടികൾ പുരോഗമിക്കുകയാണ്. നിലവിൽ മറ്റു മേഖലകളിൽ കാര്യമായ മലിനീകരണത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടില്ലെന്നും അധികൃതർ അറിയിച്ചു. മസീറ ദ്വീപിന്റെ തെക്കൻ ഭാഗത്തേക്ക് എണ്ണ ചോർച്ച എത്താനുള്ള സാധ്യതയുണ്ടെങ്കിലും നിലവിൽ ദ്വീപിന്റെ തീരത്ത് എണ്ണ എത്തിയിട്ടില്ല. ചോർച്ച തെക്ക് കിഴക്ക് ദിശയിൽ തുറന്ന കടലിലേക്ക് നീങ്ങുന്നതായിട്ടാണ് നിലവിലെ വിലയിരുത്തൽ. എണ്ണയുടെ സഞ്ചാരം നിരീക്ഷിക്കുകയും ബാധിക്കാനിടയുള്ള മേഖലകൾ കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. അതേസമയം തീരപ്രദേശങ്ങളിലെത്തുന്ന പ്രവാസികൾ, മത്സ്യത്തൊഴിലാളികൾ, സന്ദർശകർ, പൊതുജനങ്ങൾ എന്നിവർക്ക് അധികൃതർ പ്രത്യേക മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. കടലിലോ തീരത്തോ എണ്ണയോ മറ്റ് മലിനീകരണ വസ്തുക്കളോ കണ്ടാൽ അവയ്ക്കരികിലേക്ക് പോകരുത്. വിവരം ഉടൻ തന്നെ ബന്ധപ്പെട്ട അധികൃതരെ അറിയിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. മത്സ്യബന്ധന മേഖലയിൽ ഉണ്ടാകാനിടയുള്ള ആഘാതവും പരിശോധിക്കുന്നുണ്ട്. മത്സ്യമെത്തിക്കുന്ന കേന്ദ്രങ്ങൾ, സംസ്കരണശാലകൾ, വിപണികൾ എന്നിവിടങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. മത്സ്യത്തിന്റെ ഉറവിടം പരിശോധിക്കുന്നതിനൊപ്പം സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയും നടത്തുന്നുണ്ട്. അതായത് എണ്ണ ചോർച്ചയുടെ വ്യാപനം നിരീക്ഷിക്കുന്നതിനൊപ്പം തന്നെ കടൽ പരിസ്ഥിതിയിലും മത്സ്യബന്ധന മേഖലയിലും ഉണ്ടാകാനിടയുള്ള പ്രത്യാഘാതങ്ങൾ തടയാനുള്ള നടപടികളും ശക്തമാക്കുകയാണ് ഒമാൻ അധികൃതർ. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.